പ്രീ ഡയബറ്റിക് പേഷ്യൻസിൽ പൊതുവേ നമ്മൾ മരുന്ന് ഉപയോഗിക്കാറില്ല. വെറുതെ ഒരു മരുന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ഡയബറ്റീസ് ഇല്ല. ഈ വ്യായാമവും ഭക്ഷണവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഷുഗർ ലെവൽസ് നല്ലോണം കുറയ്ക്കാനും പറ്റും, ഡയബറ്റീസിലോട്ടുള്ള പ്രോഗ്രഷനെ തടയാനും പറ്റും. അതിന് പിന്നെ അവർക്ക് മരുന്ന് നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യാറില്ല. അൺലെസ് ഭയങ്കര തടിയുണ്ട്, അപ്പോൾ മേ ബി മെറ്റ്ഫോമിൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ അല്ലാതെ നമ്മൾ യൂഷ്വലി ഇടാറില്ല. അതേസമയം ഏർലി ഡയബറ്റീസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അപ്പോഴും പറയും നിങ്ങൾ ലൈഫ് സ്റ്റൈൽ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ എന്ന് പറയും. എന്നിട്ട് പറ്റാണ്ട് വന്നാൽ മരുന്നിടുന്നത് കൊണ്ട് അത് കുറേ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് കാരണം ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് അത്രയും എക്സസൈസും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു, അങ്ങനെയുണ്ടല്ലോ ആൾക്കാർ, സാഹചര്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ജോലി കൊണ്ട് അവർക്ക് ഭക്ഷണം അത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഈവൻ കറക്റ്റ് സമയത്ത് പോലും ചിലപ്പോൾ കഴിക്കാൻ നമ്മൾ പറഞ്ഞാലും അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ ചിലപ്പോൾ മരുന്ന് കുറച്ച് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്ത് തന്നിരിക്കും. കാരണം നമുക്കറിയാം അവിടെ മറ്റേ സ്ഥലം അവർക്ക് അത്ര പിടിക്കാൻ പറ്റില്ല എന്നറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ വേഗം സ്റ്റാർട്ട് ചെയ്ത് തന്നിരിക്കും. പക്ഷെ ഡിസീസ് പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പം ഈ 3 എണ്ണത്തിലും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഈ 3 എണ്ണത്തിൽ നമ്മൾ എപ്പോഴും പറയണത് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ നല്ലോണം ശ്രദ്ധിക്കൂ, സോ ദാറ്റ് മരുന്നിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. മരുന്നിൻ്റെ എണ്ണം മറ്റേത് നമ്മൾ ലൈഫ് സ്റ്റൈൽ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മൾ മരുന്നിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കേണ്ടി വരും. ആദ്യത്തെ ഒരു വർഷം മേ ബി ഒരു മരുന്ന് ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം എത്തുമ്പോഴേക്കും നമ്മുടെ മരുന്നിൻ്റെ ക്വാണ്ടിറ്റി ഡെഫിനറ്റായിട്ട് കൂട്ടേണ്ടി വരും, പിന്നെയും കൂട്ടേണ്ടി വരും. അപ്പോൾ ആ രീതിയിലോട്ട് പോവാതിരിക്കാൻ ഈ ഒരു സ്റ്റേജിലും ലൈഫ് സ്റ്റൈലിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്.